بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا كما أمر، وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله النبي المعتبر. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. إلهي اطلبني برحمتك حتى أصل إليك، واجذبني بمنتك حتى أقبل عليك. إلهي إن رجائي لا ينقطع عنك وإن عصيتك، كما أن خوفي لا يزائلني وإن أطعتك. إلهي قد دفعتني العوالم إليك، وأوقفني علمي بكرمك عليك. كيف أخيب وأنت أملي، أم كيف أخان عليك متكلي. إلهي كيف أستعز وفي الذلة أركزتني، أم كيف لا أستعز وإليك نسبتني. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി വഅമിദ്ദനാ ബിമദദിഹി. അവരുടെ ഹിക്കമിൻ്റെ പൂർത്തീകരണമായി കൊണ്ടുവന്ന ചാതുർ സന്ദേശ സംക്രമത്തിലെ രണ്ടാമത്തെ സന്ദേശമാണ് നാം ഇന്ന് ഓതുന്നത്. വളരെ പ്രധാനപ്പെട്ടതും വളരെ വിലപ്പെട്ടതും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദ്, അതിനെ വിശദീകരിച്ചു തരുന്ന അതിമഹത്തായ ഒരു സന്ദേശമാണ് ഇത്, രണ്ടാമത്തെ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അത് മനുഷ്യനിക്ക് നേരിട്ട് അള്ളാഹു നൽകുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. വേറെ കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നത് മറ്റുള്ളവർ മുഖേനയാണ്. ഏതെങ്കിലും ഒരു സബബ്, ഒരു വാസിത്ത മുഖേനയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് അനുഗ്രഹം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തെ ദർശിക്കുന്ന ആളുകൾ മൂന്ന് വിധേനയാണെന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ആ അനുഗ്രഹങ്ങൾ
ആരിൽ നിന്നാണോ നമുക്ക് ലഭിച്ചത് എങ്കിൽ ആ തന്ന സബബിനെ മാത്രം കാണുക. അതിൻ്റെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ദർശിക്കുന്നില്ല. ഒരു തൗഹീദിൽ അടിയുറച്ച മുസ്ലിമിനോട് എന്ത് അനുഗ്രഹങ്ങൾ ആര് നൽകിയാലും എപ്പോൾ നൽകിയാലും അത് അള്ളാഹുവിൻ്റെതാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അൽഹംദുലക എന്ന് പറയലില്ല ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ. ഒരാള് കോടാനുകോടി രൂപ തന്നു, അല്ലെങ്കിൽ വലിയ വലിയ സമ്മാനങ്ങൾ നൽകി, വലിയ വലിയ ആപൽഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി, എന്നാൽ പോലും അവനോട് അൽഹംദുലില്ലാഹ് അൽഹംദുലക എന്ന് പറയില്ല. അവിടെ ശുക്ർ അള്ളാഹുവിൻ്റെതാണ്, അവിടെ വന്ന അനുഗ്രഹം അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഇതാണ് തൗഹീദിന്റെ അഹ്ലുകാർ. എന്നാൽ നല്ലൊരു വിഭാഗം ആ അനുഗ്രഹം ആര് നൽകിയോ അവനെ തന്നെ കാണുന്നവർ, അതിൻ്റെ അപ്പുറം അള്ളാഹുവിനെ കാണാത്തവർ. ഈ പറഞ്ഞ വിഭാഗം അള്ളാഹുവിനെ അനുഗ്രഹം ചെയ്യുന്നവനായി കാണാതെ ആരിൽ നിന്ന് ലഭിച്ചോ അവരിൽ നിന്ന് അനുഗ്രഹം കാണുന്നവർ. രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഭൗതികതയിൽ ലയിച്ചവർ, ഭൗതികതന്റെ അപ്പുറം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ. ഈ വിഭാഗത്തിൽ ഇവിടെയുള്ള മുശ്രിക്കീങ്ങൾ എല്ലാവരും പെടും. അതുപോലെ തന്നെ പുത്തനാശയക്കാരായ വഹാബികൾ, മൗദൂദികൾ, അതുപോലെയുള്ള പുത്തനാശയക്കാരെല്ലാം ഈ ഒന്നാം വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഭൗതികതയിൽ ഊന്നിയും കൊണ്ട് ജീവിക്കുന്നവർ. അവർ ഭൗതികവും അഭൗതികവുമായി വേർതിരിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ചില നിഅമത്തുകൾ നൽകിയത് അള്ളാഹു ആണ്, മറ്റു ചില നിഅമത്തുകളുടെ ഉടമസ്ഥർ അത് ചെയ്യുന്നവരാണ്. ഭൗതിക കാര്യകാരണ സഹിതത്തോടു കൂടെ ഗുണം ചെയ്യുന്നവൻ അത് അവൻ്റേതാണ്. ഇവരും യഥാർത്ഥത്തിൽ പൂർണ്ണ മുശ്രിക്കീങ്ങളാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയയുമായി നടന്നിരുന്ന ആ വലിയ മുനാദറ, ആ മുനാദറയിൽ ഇബ്നു തൈമിയയോട് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ചോദിച്ചു, മാദാ തഅരിഫു അന്നി യാ ശൈഖ് ഇബ്നു തൈമിയ, ശൈഖ് ഇബ്നു തൈമിയ, നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്താണറിയാം? ഖാല, ഇബ്നു തൈമിയ പറഞ്ഞു, അഅരിഫു അൻകൽ വറഅ വഗസാറത്തൽ ഇൽമി വഹിദ്ദത്തൽ ദിഹ്നി വസിദ്ഖൽ ഖൗലി വഅശ്ഹദു അന്നി മാ റഅയ്തു മിസ്ലക ഫീ മിസ്ര വലാ ഫിശ്ശാം ഹുബ്ബൻ ലില്ലാഹ് ഔ ഫനാഅൻ ഫീഹി ഔ ഇൻസിയാഅൻ ലിഅവാമിരിഹി വനവാഹിഹി. നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരാണ്, വിവരണാതീതമായ ഇൽമുടയവരാണ്, ബുദ്ധിമൂർച്ചയുടേവരാണ്, പറയുന്ന വാക്കിൽ സത്യസന്ധത ഉള്ളവരാണ്. മിസ്റിലോ ഷാമിലോ നിങ്ങളെപ്പോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൽ ലയിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും നഹികൾക്കും അനുസരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെയാണ് തൗഹീദ് വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഹീദ് വിശദീകരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സൂഫിയാക്കളെക്കാളും വലിയ ഒരാളില്ല, വലിയവരില്ല.
അതിൻ്റെ നേതാവാണ് തർജുമാനുൽ ആരിഫാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. അവർ പറയുന്നു, നിഅമത്തിനെ ഭൗതികതയിൽ ഊന്നിയും കൊണ്ട് അതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ കഴിയാത്തവർ, അവർ ആരാണോ അനുഗ്രഹം ചെയ്തത് അവനിലേക്ക് അനുഗ്രഹം ചേർത്തി പറഞ്ഞാൽ, അവൻ യഥാർത്ഥത്തിൽ ചേർത്ത് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവൻ്റേതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായും മുശ്രിക്കാണ്. അല്ലെങ്കിൽ വിശ്വാസം അള്ളാഹുവിൻ്റേതല്ല അള്ളാഹുവിൻ്റേതാണെന്ന് ഉള്ളിലുണ്ട്. പക്ഷേ അതോടുകൂടെ ഒരു ആൾ, ഉദാഹരണമായി ഒരാൾ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ നീന്തം അറിയാത്ത ഒരാൾ ആഴിയുള്ള വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ അദ്ദേഹത്തെ ഒരാൾ വെള്ളത്തിൽ ചാടി പിടിച്ചു രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, നീ അവിടെ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനി ഞാൻ മരിക്കുമായിരുന്നു. അപ്പൊ രക്ഷകൻ നീ ആണ് എന്ന് പറയുന്ന ആളുകളും ഖഫിയായ ശിർക്കിന്റെ അഹ്ലുകാർ തന്നെയാണ്. വഹാബികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ യഥാർത്ഥ മുശ്രിക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എല്ലാത്തിനെയും ചേർത്തുന്നില്ല. കുറെ അള്ളാഹുവിനിക്കും കുറെ അള്ളാഹു അല്ലാത്തവർക്കും എന്ന് വിശ്വസിക്കുന്നതിനേക്കാണ് ശിർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം, അവര് അള്ളാഹുവിൽ ലയിച്ചവരാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും അവർ കാണില്ല. അവർക്ക് അനുഗ്രഹം ചെയ്ത ആളുകൾ അവരെ ആ മുസബ്ബിബിലേക്ക് അവർക്ക് ശ്രദ്ധയേ വരൂല. ഒന്നാം വിഭാഗത്തിന്റെ നേരെ വിപരീതക്കാർ, അവർ എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തും അള്ളാഹു അല്ലാത്തവരോട് ഒരു കടപ്പാടിനും അവർ കാണിക്കൂല. കാരണം അവർ അള്ളാഹു അല്ലാത്തതിനെ ഒന്നിൽ നിന്നും അവർ മനസ്സിലാക്കുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, കുല്ലു ശൈഇൻ ലില്ലാഹ്, എല്ലാം അള്ളാഹുവിൻ്റേതാണെന്നുള്ള ആ സമർപ്പണത്തിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള ബോധം അവർക്കുണ്ടാവൂല. സബബിനെ അവർ ഓർക്കൂല. ഇങ്ങനെയുള്ള വിഭാഗം, ആ വിഭാഗവും പരിപൂർണന്മാരെന്ന് പറഞ്ഞൂലാടാ. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തവർക്ക് ശുക്ർ ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട്. അനിഷ്കുർലി വലിവാലിദൈ, ശുദ്ധ ഖുർആനാണ്. എനിക്ക് നീ ശുക്ർ ചെയ്യണം, നിനക്ക് ഞാൻ ജന്മം നൽകിയതായ, നീ ഉണ്ടാവലിലേക്ക് കാരണക്കാരായ നിന്റെ മാതാപിതാക്കൾ, അവരെ നീ വിസ്മരിക്കരുത്. ഹദീസിൽ കാണാം, മല്ലം യസ്കുരില്ലാഹ് മല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്തവർ അല്ലാഹുക്ക് ശുക്ർ ചെയ്തവരല്ല. അപ്പൊ ജനങ്ങൾ മുഖേന കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അവരെ ഒരു വാസിത്തയായി, ഒരു സബബായി കാണണം. അത് കാണാതിരിക്കൽ കമാലല്ല. മൂന്നാമത്തെ വിഭാഗം, എല്ലാം അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണ് എന്ന് കാണലോട് കൂടെ അതിൻ്റെ കാരണക്കാരായവരെയും അറിയുകയും ദർശിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗം, അവരാണ് ഏറ്റവും പൂർണ്ണന്മാരായ തൗഹീദിന്റെ അഹ്ലുകാർ. എല്ലാത്തിനെയും അള്ളാഹുലേക്ക് ചേർത്തതോട് കൂടെ അതിൻ്റെ വസീലയായി കാണുന്നവർ. ഈ മൂന്ന് വിഭാഗത്തെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ടാമത്തെ സന്ദേശത്തിൽ കൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനവർകൾ പറയുന്നു, ഇൻകാനത്ത് ഐനുൽ കൽബി തൻദുറു ഇലാ അന്നല്ലാഹ വാഹിദുൻ ഫീ മിന്നതിഹി ഫശ്ശരീഅതു തഖ്തളി അന്നഹു ലാ ബുദ്ദ മിൻ ശുക്രി ഖലീഖതിഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം
നിനക്ക് സൃഷ്ടി മുഖേന ലഭിച്ചാൽ അകക്കണ്ണ് കൊണ്ട് അല്ലാഹു തനിച്ചാണ് ആ അനുഗ്രഹത്തിൻ്റെ ഉടമ എന്ന് ബോധ്യമായാലും പരിശുദ്ധ ശരീഅത്ത് നിർദ്ദേശിക്കുന്നു അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന്. وَإِنَّ النَّاسَ فِي ذَلِكَ عَلَى ثَلَاثَةِ أَقْسَامٍ നിശ്ചയം ഈ ഘട്ടത്തിൽ ജനങ്ങൾ 3 വിഭാഗമാണ്. വാഫിലുൻ മുൻഹമികും ഫീ ഗഫ്ലതിഹി, ഒന്ന് അശ്രദ്ധയിൽ വ്യാപൃതനായ അശ്രദ്ധാലു. ഖവിയത്ത് ദായിറത്തു ഹിസ്സി, അവൻ്റെ ഭൗതിക വൃത്തം ശക്തമായിരിക്കുന്നു. വന്ദമസത്ത് ഹവറത്തു ഖുദ്സിഹി, പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറം ചിന്തിക്കാനുള്ള ശേഷി അവനിക്ക് തേഞ്ഞ് മാഞ്ഞ് നശിച്ചിരിക്കുന്നു. فنظر الإحسان من المخلوقين ولم يشهده من رب العالمين. അത് കാരണം ഗുണങ്ങളെ സൃഷ്ടികളിൽ നിന്നായി കാണുകയും ലോകരക്ഷിതാവിൽ നിന്നായി അതിനെ ഒരിക്കലും അവൻ ഉൾക്കൊണ്ടതുമില്ല. ഇമ്മാ ഇഅ്തിഖാദൻ ഫശിർകുഹു ജലിയുൻ, അത് അങ്ങനെ തന്നെ വിശ്വസിച്ചാവാം, അപ്പോൾ വ്യക്തമായ ശിർക്കിന്റെ വക്താവായി അവൻ. വഇമ്മാ ഇസ്തിനാദൻ ഫശിർകുഹു ഖഫിയുൻ, എല്ലാത്തിൻ്റെയും ഉടമ അല്ലാഹുവാണെന്ന വിശ്വാസത്തോടെ ഈ ഗുണം സൃഷ്ടിയിൽ നിന്ന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ അവനിക്ക് ലഭിക്കില്ല എന്ന ധാരണയോടെയും ആവാം. അപ്പോൾ അകം ശിർക്ക് ഒളിപ്പിച്ചു വച്ചവനായി. നഅൂദു ബില്ലാഹി മിൻ ദാലിക്. വസാഹിബു ഹഖീഖത്തിൻ ഗാബ അനിൽ ഖൽഖി ബിശുഹൂദിൽ മലിക്കിൽ ഹഖ് വഫനിയ അനിൽ അസ്ബാബ് ബിശുഹൂദി മുസബ്ബിബിൽ അസ്ബാബ്. രണ്ടാമത്തെ വിഭാഗം ഹഖീഖത്തിലുള്ളവൻ, അടിമത്തത്തിൽ പ്രപഞ്ചനാഥന്റെ പ്രകാശം ദർശിക്കുന്നവൻ, രാജാതിരാജനെ എപ്പോഴും മനസ്സിലിരുത്തിയത് കാരണം സൃഷ്ടിയെ ചിന്തിക്കാത്തവൻ, കാര്യകാരണങ്ങൾക്ക് വിധേയമായി നിയന്ത്രിക്കുന്ന രക്ഷകനെ ദർശിച്ചത് കാരണം കാര്യകാരണങ്ങളെ പരിഗണിക്കാത്തവർ. ഫഹുവ അബ്ദുൻ മുവാജഹും ബിൽ ഹഖീഖ, അവൻ എല്ലാത്തിൻ്റെയും അന്തസത്ത പ്രത്യക്ഷത്തിൽ വെളിവാക്കപ്പെട്ട ദാസനാണ്. ലാഹിറുൻ അലൈഹി സനാഹ, ഹഖീഖത്തിന്റെ വെളിച്ചം അവന്റെ മേൽ പ്രകടമാണ്. സാലികുൻ ലിത്വരീഖ, ത്വരീഖത്തിൽ പ്രവേശിച്ചവനുമാണ്. ഖദിസ്തൗലാ അലാ മദാഹ, ത്വരീഖത്തിന്റെ അങ്ങേ തല അവൻ കീഴടക്കിയിട്ടുമുണ്ട്. ഗൈറ അന്നഹു ഖരീഖുൽ അൻവാർ, പക്ഷേ അവൻ പ്രകാശങ്ങളിൽ മുങ്ങിയവനാണ്, ശരീഅത്തിനെ കാണില്ല. മത്മൂസുൽ ആസാർ, ഈ ലോകം അവനെ തൊട്ട് മായ്ക്കപ്പെട്ടിട്ടുണ്ട്.
ഖദ് ഗലബ സക്രുഹു അലാ സഹ്വിഹി, സ്വയബോധമില്ലായ്മ സ്വയബോധമുള്ള ഘട്ടത്തിനേക്കാൾ കൂടുതലായിരിക്കുന്നു. വജംഉഹു അലാ ഫർഖിഹി, അല്ലാഹുവിനെ മാത്രം കാണുന്ന ഘട്ടം പടപ്പിനെ കാണുന്നതിനേക്കാൾ മികച്ചിരിക്കുന്നു. വഫനാഉഹു അലാ ബഖായിഹി, അല്ലാഹുവിനെ ദർശിച്ച് പടപ്പുകളെ മറക്കുന്ന ഘട്ടം അല്ലാഹുവിൽ നിന്ന് അവന്റെ സൃഷ്ടികളെ ഓർമ്മിക്കുന്ന ഘട്ടത്തേക്കാൾ കൂടുതലായിരിക്കുന്നു. വഗൈബതുഹു അലാ ഹുദൂരിഹി, സൃഷ്ടി പരിഗണന മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായവർ രക്ഷക സാന്നിധ്യം എല്ലാത്തിലും ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതലായിരിക്കുന്നു. വഗൈബതുഹു അലാ ഹുദൂരിഹി, സൃഷ്ടി പരിഗണന മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവൽ രക്ഷക സാന്നിധ്യം എല്ലാത്തിലും ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതലായിരിക്കുന്നു. വഅക്മലു മിൻഹു അബ്ദുൻ ശരിബ ഫസ്ദാദ സഹ്വാ, മൂന്നാമത്തെ വിഭാഗം രണ്ടാം വിഭാഗത്തേക്കാൾ പൂർണ്ണർ, എല്ലാം അല്ലാഹുവിൻ്റേതാണെന്ന് ഉൾക്കൊള്ളുന്ന കള്ള് എത്ര കുടിച്ചാലും സൃഷ്ടാവിനെയും സൃഷ്ടിയെയും വേർതിരിയുന്ന ദാസൻ. വഗാബ ഫസ്ദാദ ഹുദൂറാ, സൃഷ്ടി സാന്നിധ്യം മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴും സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയെ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കും. ഫലാ ജംഉഹു യഹ്ജുബുഹു അൻ ഫർഖിഹി, അപ്പോൾ അല്ലാഹുവിനെ മാത്രം കാണൽ പടപ്പുകളെ ഉൾക്കൊള്ളലിനെ തൊട്ട് തടയില്ല. വലാ ഫർഖുഹു യഹ്ജുബുഹു അൻ ജംഇഹി, സൃഷ്ടിയെ ഉൾക്കൊള്ളൽ പടച്ചവനെ ഉൾക്കൊള്ളലിനെയും തടയില്ല. വലാ ഫനാഉഹു യസ്രിഫുഹു അൻ ബഖായിഹി, പടപ്പുകളെ ദർശിക്കാതെ പടച്ചവനെ ദർശിക്കുന്നത് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയെ മനസ്സിലാക്കലിന് വിഘാതമല്ല. വലാ ബഖാഉഹു യസുദ്ദുഹു അൻ ഫനായി, സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയെ ഉൾക്കൊള്ളൽ സൃഷ്ടി വിട്ട് സൃഷ്ടാവിനെ മാത്രം ഉൾക്കൊള്ളലിനും മാർഗതടസ്സമല്ല. യുഅ്തി കുല്ലദീ ഖിസ്തിൻ ഖിസ്തഹു, ഓരോ ഓഹരിക്കാർക്കും അവരവരുടെ വിഹിതം കൊടുത്തിരിക്കും അവൻ. വയൂഫി കുല്ലദീ ഹഖിൻ ഹഖഹു, ഓരോ ബാധ്യതയുള്ളവർക്കും അവരവർ അർഹിക്കുന്ന അവകാശങ്ങൾ പൂർത്തിയായി ചെയ്തിരിക്കും. വഖദ് ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു لعائشة رضي الله عنها لما نزلت براءتها من الإفك على لسان رسول الله: يا عائشة اذكري رسول الله. أم المؤمنين ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാര കുറ്റാരോപണത്തിൽ നിന്ന് വിമുക്തയാക്കി ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നന്ദി രേഖപ്പെടുത്തൂ. ഫഖാലത് വല്ലാഹി ലാ അഷ്കുറു ഇല്ലല്ലാഹ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, ഞാൻ അല്ലാഹുവിനല്ലാതെ നന്ദി രേഖപ്പെടുത്തുകയില്ല. ദല്ലഹ അബൂബക്കറിൻ അലൽ മഖാമിൽ അക്മൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ ഏറ്റവും പരിപൂർണ സ്ഥാനം അറിയിച്ചു കൊടുത്തു. മഖാമിൽ ബഖാ അൽ മുഖ്തദി ലിഇസ്ബാത്തിൽ ആഥാർ. അല്ലാഹുവിൻ്റെ ശുഹൂദിൽ നബി തങ്ങളെ മറക്കാത്ത മഖാം, അല്ലാഹുവിൻ്റെ സിഫത്തുകളുടെ പൊരുൾ പ്രത്യക്ഷമാകുന്നതിനെ സ്ഥിരപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന മഖാം. വഖദ് ഖാല അല്ലാഹു തആല അനിഷ്കുർ ലീ വലിവാലിദൈക്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളിയിരിക്കുന്നു, നീ എനിക്ക് നന്ദി ചെയ്യൂ, നിന്റെ മാതാപിതാക്കൾക്കും. വഖാല സ്വലവാതുല്ലാഹി വസലാമുഹു അലൈഹി ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യില്ല. റവാഹു അബൂ ദാവൂദ ഇബ്നു ഹിബ്ബാൻ. വകാനത് ഹിയ ഫീ ദാലികൽ വഖ്തി മുസ്തലിമതൻ അൻ ഷാഹിദിഹാ. എന്നാൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് സ്വയബോധം നഷ്ടപ്പെട്ട് സ്വയം കാണലിനെ തൊട്ട് അങ്കലാപ്പിലായിരുന്നു. ഓ ഇബത്തൻ അനിൽ ആസാർ, സൃഷ്ടികളെ തൊട്ട് അപ്രത്യക്ഷയായവനായിരുന്നു. ഫലം തഷ്ഹദ് ഇല്ലൽ വാഹിദൽ ഖഹാർ. അതുകൊണ്ട് മഹദി റളിയല്ലാഹു അൻഹ എല്ലാത്തിനെയും ഒതുക്കി ഭരിക്കുന്ന ഏകാധിപതിയെ അല്ലാതെ ഒന്നിനെയും കണ്ടതേ ഇല്ല. ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടും മൂന്നും മഖാമുകളെ സംബന്ധിച്ചുള്ള ആ മർത്തബയെ സംബന്ധിച്ചുള്ള വിശകലനമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് സൂറത്തുൻ നൂർ ഓതിക്കൊടുത്തു. വിമുക്തയാക്കിയ ആയത്തുകളെ ഓതിക്കൊടുത്തപ്പോൾ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാമിന്റെ ഹദീസിലുള്ളത്, സിദ്ദീഖുൽ അക്ബറിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു എന്നാണ്, ഉസ്കുരി ലി റസൂലില്ലാഹ്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വല്ലാഹി ലാ അഷ്കുറു ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്താണത്, അല്ലാഹു നൽകിയതാണ്. പക്ഷേ അത് നൽകിയത് റസൂലുള്ളാഹി മുഖേനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായാലും ശുക്ർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം നഫ്സിനെ കാണലിനെ തൊട്ട് പോലും വായിബത്തായിരുന്നു. അല്ലാഹുവിൻ്റെ ഹദ്റത്ത് മാത്രം ദർശിക്കുന്ന, മറ്റൊന്നിനെയും കാണാത്തൊരവസ്ഥ. അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് ശുക്ർ ചെയ്യ് എന്ന് ഉമ്മ പറയുന്നത്.
അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതപ്രകാരമായതുകൊണ്ടാണ് ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് മഹാനായ ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ആ സമയത്ത് മറ്റൊന്നിനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഘട്ടം, അള്ളാഹുവിനെ മാത്രം മനസ്സിലിരിച്ച ഘട്ടം, വായിബത്തായ ഘട്ടം, അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖിനെയും കാണുന്നില്ല. കാണുന്നത് ഫലം തശ്ഹദ് ഇല്ലൽ വാഹിദൽ ഖഹാർ, വാഹിദുൽ ഖഹാറായ അള്ളാഹനെ മാത്രമേ കാണുന്നുള്ളൂ. ആ സമയത്ത് റസൂലുള്ളാഹിനെ പറ്റിയോ വേറെ ഒരാളെ പറ്റിയോ ബോധമില്ല. അതാ ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ ശുക്ർ ചെയ്യുള്ളൂ. അവിടെ പ്രത്യേക ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ യായിരുന്നു. ദല്ലഹ അബൂ ബക്കറിൻ അലൽ മഖാമിൽ അക്മർ മഖാമിൽ ബഖാ അൽ മുഖ്തദി ലിഇസ്ബാത്തിൽ ആഥാർ വകാനത് ഹിയ ഫീ ദാലിക്കൽ വഖ്തി. കണ്ടോ, ആ സമയത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാ സമയത്തും അങ്ങനെയല്ല. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധ ഹക്കുകളും വെച്ചു കൊടുക്കുന്നവർ തന്നെയായിരുന്നു. പക്ഷെ അപ്പോൾ ഒരു പ്രത്യേക ഹാലത്തിലായി മാറി. എന്നാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ മഖാമുൽ അക്മലിന്റെ മേൽ അറിയിച്ചു കൊടുത്തു. എന്താണ് മഖാമുൽ അക്മൽ? അള്ളാഹുവിനെ ദർശിക്കലോട് കൂടെ അള്ളാഹുവിന്റെ നിഅമത്തിലേക്ക് കാരണമായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ദർശിക്കേണ്ടതായിരുന്നു. അതാണ് ഏറ്റവും പൂർണ്ണമായ മഖാം. പക്ഷേ ആയിഷ ബീവി അവിടെ കുറ്റക്കാരിയല്ല. കാരണം അപ്പോഴുള്ള മനസ്സ് അങ്ങനെയാ, സാഹചര്യം അങ്ങനെയാ. അതിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹാ കുറ്റക്കാരിയല്ലെങ്കിലും അക്മലായ മഖാമിൽ ആയിരുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി ഈ റിസാലനെ വിശദീകരിച്ചുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു, വഹാദിഹി റിസാല ഫീ ബയാനിൽ ഉസൂലി ഇലാ ബഹ്രിൽ ഹഖീഖത്തി മഅ മുറാഅത്തി ഹുർമത്തി ശരീഅ. ഹഖീഖത്താകുന്ന ബഹറിലേക്ക് എത്തിപ്പെടുന്ന കോലം എങ്ങനെ എന്നതാണ് വിശദീകരിക്കുന്നത്. അതോടുകൂടെ ശരീഅത്തിന്റെ ആദരവുകളെ, ആ ബഹുമാനങ്ങളെ ശരീഅത്തിനെ പൂർണ്ണമായി മുറുകെ പിടിക്കേണ്ടതോടുകൂടെ എന്നുള്ളത് വിശദീകരിക്കുകയാണ് ഈ റിസാലയിൽ കൂടെ തുടക്കത്തിൽ പറഞ്ഞു. അവസാനം പറഞ്ഞു, ഫഹാദ ആഖിറു റിസാലത്തില്ലത്തി കതബഹാ ലിബഅദി ഇഖ്വാനിഹി ഫലം തശ്ഹദ് ഇല്ലൽ വാഹിദൽ ഖഹാർ എന്ന് പറയുന്നതാണ് പറഞ്ഞത്. തൻ്റെ ചില സുഹൃത്തുക്കൾ, തൻ്റെ ഒരു സുഹൃത്തിനിക്ക് എഴുതിയതായ സന്ദേശത്തിൻ്റെ അവസാനമാണിത്. വഹിയ ഫീ ഗായത്തിൽ ഇത്ഖാനി വൽ കമാൽ, പരിപൂർണതയുടെയും ദൃഢതയുടെയും അങ്ങേ അറ്റത്തുള്ളതാണിത്. ഫലൂലം യകും ഫീ ഹാദൽ കിതാബി ഇല്ലാ ഹാദിഹി റിസാല മഅല്ലതി ഖബ്ലഹാ ലകാനത് കാഫിയ. ഈ ഹിക്കമില് ഈ ഒരു റിസാലയും ഇതിൻ്റെ തൊട്ട് നാം പറഞ്ഞതായ റിസാലയും, ഈ ഒന്നും രണ്ടും റിസാല മാത്രമേ ഉള്ളൂ. റിസാല ഇതിലില്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യനിക്ക് നന്നാവാൻ ഇത് രണ്ടും മതി. ഫജസാഹുല്ലാഹു അൻ അഹ്ലി ത്വരീഖത്തി ഖൈറാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.